Hi, hello, welcome to my YouTube channel. Today's vlog. So today, as we saw in the caption, നമ്മൾ ചെന്നൈയിലേക്ക് പോവുകയാണ്. We have a wedding. ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ കുറേ ആൾക്കാരെ കാണി ഒരു ബന്ധങ്ങളൊക്കെ പുതുക്കുകയും ചെയ്യാൻ പോകുന്നതാണ്. സോ ഇപ്പോൾ സമയം പാതിരാത്രി 1 മണി. നമുക്ക് ഇപ്പോഴാണ് പാക്കിങ്ങിനുള്ള ടൈം കിട്ടിയേക്കുന്നത്. സോ നമ്മുടെ പാക്കിംഗ് പ്രോസസ്സ് ഇവിടെ നടക്കുകയാണ്. ഇവ ആൻഡ് ആദുവിൻ്റെ പെട്ടി റെഡിയാണ്. ഓൾമോസ്റ്റ് അവരുടെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു. ഇച്ചുവിൻ്റെ ഡ്രസ്സസ് എടുത്തു വെച്ചു. ഇത് രണ്ടും എളുപ്പമാണ്. ബട്ട് ഇനിയുള്ള ഡിഫറെൻ്റ് ഡ്രസ്സസ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു സൽവാറാണ്. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ സൽവാർ. അവിടെ ചെന്നിട്ട് നമുക്ക് ഇടാൻ പറ്റും നോക്കാം. പിന്നെ ഇതിൻ്റെ ആഭരണങ്ങൾ ആൻഡ് ഇവയുടെ ഒരു ഡ്രസ്സ്, ഇത് സിസ്റ്ററിൻ്റെ മാരേജിന് ഇവയ്ക്ക് എടുത്ത ഡ്രസ്സാണ്. ഇത് ഞാൻ എടുത്ത് നോക്കിയപ്പം ഇതിൻ്റെ ഭയങ്കര ചെറുതായത് അവൾക്ക്. ഇവയ്ക്ക് ഇത് ഇടാൻ പറ്റുന്നില്ല, അത്രയും ചെറുതായിട്ടുണ്ട്. ഇനി ഇത് മൊത്തം കുത്തഴിച്ച് വിട്ടിട്ട് വേണം ഒന്ന് നോക്കാം ഇത് അവൾക്ക് പറ്റുമെന്ന്. കാരണം അത്യാവശ്യം ഇത് കോസ്റ്റ്ലി ആയിരുന്നു ആ സമയത്ത്. ഇതുപോലെ വാങ്ങിച്ച് തയ്ക്കാനും ഇതൊക്കെ. പക്ഷെ ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. സോ നമുക്കിത് യൂസ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഒരു തവണ ഇട്ടിട്ട് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. ചെന്നൈയാണ്, ചൂടാണോ തണുപ്പാണോ മഴയാണോ എന്നൊന്നും ഒരു പിടിയില്ല. ഇതിട്ടാലും കുട്ടിക്ക് എത്ര ചൂടെടുക്കുമെന്ന് അറിയില്ല. ബട്ട് വി ലുക്ക് ബിക്കോസ് ഇത് ഫുൾ സ്ലീവ് ആണ്. എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയത്തില്ല. ഒരു ഡ്രസ്സും കൂടെ എടുത്ത് വെക്കണം. ആൻഡ് ഇതാണ് നമ്മുടെ മാരേജിന് നമ്മൾ ഉടുക്കാൻ പോകുന്ന സാരി. സോ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ബോക്സ് പ്ലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബോക്സ് പ്ലേറ്റ് എടുത്ത് വെക്കുകയാണ്. പക്ഷെ ഇതിലേറെ തമാശ ഇതൊന്നുമല്ല. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ റെഡിമെയ്ഡ് ഓർഡർ ചെയ്തേക്കുവാണ്. ഇതുവരെ സാധനം കൈ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഡെലിവറി ഡേറ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നാളെ ഈവനിങ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. നാളെ ഈവനിങ്ങിന് മുന്നേ എനിക്ക് സാധനം കൈ കിട്ടിയാൽ ഇതിൻ്റെ ബ്ലൗസ്, ഇതില്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കിപ്പോഴും ഐഡിയ ഇല്ല. കിട്ടും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം. ആൻഡ് മൈ മേക്കപ്പ് പൗച്ചസ് റെഡി. ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളെന്നാ മേക്കപ്പ് പൗച്ച് വാങ്ങിയത്. എല്ലാം കൂടെ ഒറ്റ ഇതിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒന്നും എക്സ്ട്രാ ക്യാരി ചെയ്യാനൊന്നുമില്ലല്ലോ, ഇത് എടുത്തിട്ട് അങ്ങ് പോയാൽ മതി. ആൻഡ് ഇതിൻ്റെ കൂടെ വാങ്ങിച്ച കുറച്ച് ആക്സസറീസ്, ഇതിപ്പോൾ ഇന്ന് പോയി തട്ടിക്കൂട്ടിയതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ പോയിട്ട് ഒരുങ്ങുന്ന സമയത്ത് കാണാം അല്ലേ. അത് കുറേ എന്തൊക്കെയോ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് 2 വളയൊക്കെ കിട്ടി കേട്ടോ. കാരണം കറക്റ്റ് ചിലതൊന്നും നമ്മൾ വിചാരിക്കാതെ പോയി കിട്ടുമ്പോൾ കറക്റ്റ് സാധനം കിട്ടും. പ്ലാൻ ചെയ്ത് നടക്കുമ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്രതീക്ഷയായിട്ട് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കിട്ടും. ലൈക്ക് ഞാൻ ഒരു ബഞ്ച് ഓഫ് അങ്ങനത്തെ ഇതൊക്കെ ഇവയ്ക്ക് ഇടാൻ പറ്റിയ പോലത്തെയൊക്കെ വാങ്ങിച്ചു. കുറേ സംഭവങ്ങളുണ്ട്. എനിവേ ഇതെല്ലാം അവിടെ പോയിട്ട് റെഡി ആകുമ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്കിനി ഇറങ്ങാൻ നേരത്ത് കാണാം. അപ്പം ഞാൻ ഒരുവിധം ഈ സംഭവങ്ങളെല്ലാം ഒതുക്കിയിട്ട് നമുക്ക് നാളെ ഈവനിങ് ട്രെയിനിൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള രാത്രി ചപ്പാത്തിയുടെ ചിക്കൻ കറി, ചപ്പാത്തിയും ചിക്കൻ കറിയും. പിന്നെ ഇത് നാളെ രാവിലത്തേക്ക് നമ്മൾ ട്രെയിനിലാണല്ലോ. അപ്പോൾ മോർണിംഗ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റും പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്ക് പോകാം. ഓക്കെ, സോ പെട്ടി റെഡിയാണ്, കുട്ടി റെഡിയാണ്, ഫുഡ് റെഡിയാണ്. ഇനി നമുക്ക് പോകാം. അതും ഇവ എല്ലോടും അപ്പുറത്ത് നടക്കാൻ പാടില്ല. And I just having the metro.
അങ്ങനെ നമ്മൾ ആ വീടിൻ്റെ നട എത്താറായപ്പോഴേ ഈ ഒരു കാഴ്ച, അതായത് അവിടുത്തെ ഒരു മരണം അവരവിടെ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. വണ്ടിയിൽ ഇത് വെച്ച് കുറേ അലങ്കരിച്ച് ഭയങ്കര ലൈക്ക് ആ ബാൻഡ് മേളം ഒക്കെ ആയിട്ട്. എന്തായാലും നമ്മൾ വേഗം വീടെത്തി. സോ വീട്ടിൽ പല പല സ്ഥലത്താണുള്ള എല്ലാ ആൾക്കാരും അവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ സാരിക്ക് ബ്ലൗസ് ഇല്ലയെന്ന്. അങ്ങനെ അവിടെ ചെന്നിറങ്ങി ഫസ്റ്റ് അവരുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. ആ കടയ്ക്ക് ചെന്ന് അവിടെ നിന്ന് കിട്ടിയ ബ്ലൗസാണിത്. അവിടെ ഈ ഒരു ബ്ലൗസേ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ സാരിക്ക് പക്കാ കറക്റ്റാണ്. ബട്ട് ഇതെനിക്ക് പാകമല്ലായിരുന്നു, എനിക്കത് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് നേരെ റൂമിലോട്ട് വന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ട്രെയിനിൽ ഉറക്കവും ഇതത്ര ശരിയാവില്ല, കാരണം ട്രെയിനിൽ ഇറങ്ങിയിട്ട് പിന്നെ കാറ് ഇവിടുത്തെ ടെമ്പറേച്ചർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഡ്രൈ ആക്കുന്നത് പോലെ പെട്ടെന്ന് ക്ഷീണം തട്ടും നമുക്ക്. ഒരു നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹ്യൂമിഡാണ്, ഇങ്ങനെ പുഴുങ്ങുന്ന ചൂടാണെങ്കിൽ ഇവിടുത്തെ ഒരു വരട്ടുന്ന പോലത്തെ ഒരു ചൂടാണ്. അപ്പോൾ ഇപ്പോൾ വന്നു, നമ്മൾ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തു. അതുമോൻ എണീറ്റിട്ടില്ല, അത് കുഞ്ഞ് ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് പോകാം വീണ്ടും അങ്ങോട്ട്. നമുക്ക് എന്തെങ്കിലും ടീയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം ഇങ്ങോട്ട്. കുടിച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തെ അവരുടെ ചടങ്ങുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കല്യാണ വീട്ടിലോട്ട് പോകാം. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫ്രഞ്ച് ഫ്രൈസ്, കുട്ടികൾക്കതും വലിയവർക്കിതും. പിന്നെ എവിടെ പോയാലും ഈ ചായ ഇതിൻ്റെ പിടിവിടത്തില്ല. തൂ വെളിച്ചം മാമഴ പൂവൊന്ന് കണ്ടേ, എന്തൊരു ചേലാണ്. എവിടെ ഇവക്കുട്ടി അമ്മയെ നോക്കിക്കേ. I need an intervention, divine intervention, you know. Only in my crucial moments do they pay attention carefully. The shadows of my past welcome me again with a smile. But something deep within, something new, lets me emerge from my cocoon. I have lost pride in the